ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ലോഗോസ് പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. റൂത്തിൻ്റെ പുസ്തകത്തിലെ 4 അധ്യായങ്ങളിലെ ഏതാനും ചില ചോദ്യങ്ങളാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അധ്യായം 1 ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ചോദ്യം 1. മോവാബ് ദേശത്ത് ആരുടെ കാലത്താണ് ക്ഷാമമുണ്ടായിരുന്നത്? ന്യായാധിപന്മാരുടെ. ചോദ്യം 2. എലിമേലെക്ക് കുടുംബവും എവിടെ നിന്നുള്ളവരായിരുന്നു? യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്തിലായിരുന്നു. ചോദ്യം 3. നവോമിയുടെ മരുമക്കൾ ആരെല്ലാം? ഓർഫ, റൂത്ത്. ചോദ്യം 4. നവോമിയോടൊപ്പം നിന്ന മരുമകൾ ആര്? റൂത്ത്. ചോദ്യം 5. നവോമി മരുമക്കളോട് പറഞ്ഞത് എന്ത്? നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു. കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ. ചോദ്യം 6. എലിമേലെക്കിൻ്റെയും നവോമിയുടെയും പുത്രന്മാർ ആരൊക്കെ? മഹ്ലോൻ, കിലിയോൻ. ചോദ്യം 7. എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത്. ആ പേര് എന്ത്? മാറ. ചോദ്യം 8. എന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടതെന്ന് അവൾ ആരോടാണ് പറഞ്ഞത്? ബെത്ലഹേമിലെ സ്ത്രീകളോട്. ചോദ്യം 9. നവോമിയും റൂത്തും എപ്പോഴാണ് ബെത്ലഹേമിൽ എത്തിയത്? ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. ഇനി നമുക്ക് 2-ാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. ചോദ്യം 1. റൂത്ത് എവിടത്തുകാരിയാണ്? മൊവാബ്യ. ചോദ്യം 2. ബോവാസ് ആരുടെ കുടുംബത്തിൽ പെട്ടവനാണ്? എലിമേലെക്കിൻ്റെ കുടുംബത്തിൽ. ചോദ്യം 3. റൂത്ത് ആരുടെ വയലിലാണ് എത്തിച്ചേർന്നത്? എലിമേലെക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിൽ. ചോദ്യം 4. റൂത്ത് വയലിൽ എന്താണ് ചെയ്തത്? കൊയ്ത്തുകാരുടെ പിറകെ കാല പെറുക്കി. ചോദ്യം 5. ബോവാസ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത് എങ്ങനെ? കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞു. ചോദ്യം 6. കൊയ്ത്തുകാർ പ്രത്യഭിവാദ്യം ചെയ്തത് എന്ത്? കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ചോദ്യം 7. അവളെ ശകാരിക്കരുത്, അവളെ ശാസിക്കരുത് എന്നെല്ലാം ആര് ആരോട് പറഞ്ഞു? ബോവാസ് ഭൃത്യന്മാരോട്. ചോദ്യം 8. റൂത്ത് സന്ധ്യ വരെ കാല പെറുക്കി. മെതിച്ചപ്പോൾ എത്ര ബാർലി ഉണ്ടായിരുന്നു? ഏകദേശം 1 ഏഫ ബാർലി. ഇനി 3-ാം അധ്യായത്തിലെ ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ചോദ്യം 1. ആരുടെ മെതിക്കളത്തിലേക്കാണ് നവോമി റൂത്തിനെ പറഞ്ഞയച്ചത്? ബോവാസിൻ്റെ. ചോദ്യം 2. ബോവാസ് എന്തിനു വേണ്ടിയാണ് മെതിക്കളത്തിലേക്ക് വന്നത്? മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന്. ചോദ്യം 3. ബോവാസ് കിടന്നുറങ്ങിയത് എവിടെ? ധാന്യ കൂമ്പാരത്തിൻ്റെ അരികിൽ. ചോദ്യം 4. എത്ര അളവ് ബാർലിയാണ് ബോവാസ് റൂത്തിന് കൊടുത്തത്? 6 അളവ്. ഇനി നമുക്ക് 4-ാം അധ്യായത്തിലെ ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ചോദ്യം 1. നഗരത്തിൽ എത്ര പേരെയാണ് ബോവാസ് വിളിച്ചുകൊണ്ടുവന്നത്? ശ്രേഷ്ഠന്മാരായ 10 പേർ. ചോദ്യം 2. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുമ്പ് നിലവിലിരുന്ന നിയമം എന്താണ്? ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കുക. ചോദ്യം 3. മൊവാബ്യയും മഹ്ലോൻ വിധവയുമായ റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചത് ആര്? ബോവാസ്. ചോദ്യം 4. പേരസ് ആരാണ്? യൂദായ്ക്ക് താമാറിൽ ജനിച്ചതാണ് പേരസ്. ചോദ്യം 5. നിനക്ക് ഒരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആര് ആരോട് പറഞ്ഞു? സ്ത്രീകൾ നവോമിയോട്. ചോദ്യം 6. 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവൾ ആര്? റൂത്ത്. ചോദ്യം 7. റൂത്തിൻ്റെ മകൻ്റെ പേര്? ഓബദ്. ചോദ്യം 8. ഓബദ് ആരുടെ പിതാവാണ്? ജസ്സയുടെ. ചോദ്യം 9. ഹെബ്രോൻ്റെ പിതാവ്? പേരസ്. ചോദ്യം 10. ബോവാസിൻ്റെ പിതാവ് ആര്? സൽമോൻ. ചോദ്യം 11. ആരുടെ മകനാണ് ഓബദ്? ബോവാസിൻ്റെയും റൂത്തിൻ്റെയും. ചോദ്യം 12.
ജസ്സെ ആരുടെ പിതാവാണ്? ദാവീദ്. നമ്മളിവിടെ ഇന്ന് പരിചയപ്പെട്ടത് റൂത്തിൻ്റെ പുസ്തകത്തിലെ 4 അധ്യായങ്ങളിലെ 33 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അടുത്ത ഒരു എപ്പിസോഡിൽ 1 സാമുവേലിൻ്റെ പുസ്തകവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.